അപ്പോൾ ഹലോ ഗൈസ്, അപ്പം ഇന്ന് ഞാനും നമ്മുടെ ലിറ്റിൽ നെയ്ഹൂസും കൂടെ ടെക്സ്റ്റ് ബുക്കൊക്കെ വാങ്ങാൻ സ്കൂളിൽ പോയ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളെ കാണിക്കാം. അതിലുപരി കഴിഞ്ഞ നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്ത പോലെ നമ്മളെ ബാക്ക് ടു സ്കൂൾ പർച്ചേസിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് മേടിക്കാൻ പറ്റാത്ത 3 കാര്യങ്ങൾ ഇന്ന് സാധിച്ചു. അതിലൊന്ന് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തു, ചെരുപ്പാണ്. ബാക്കിയുള്ളതൊന്നും വീഡിയോ എടുക്കാൻ പറ്റും, കാരണം ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ നമ്മുടെ കുട്ടികളുടെ മൂഡനുസരിച്ച്, കുഞ്ഞിൻ്റെ മൂഡനുസരിച്ച് എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം അത് നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ നേരത്തെ കാണിച്ച അത് തന്നെ കാണിക്കാം. കണ്ടോ, മജസ്റ്റിക്കിൽ നിന്നാണ് നമ്മൾ കുടയും മറ്റേ ഷൂവും വാങ്ങിച്ചത്. അപ്പം ഷൂ വന്നിട്ട് കണ്ടോ, ഇതാണ് ഷൂ. ഒരു ബ്ലൂവും പിന്നെ അകത്ത് യെല്ലോയും സൈഡിൽ ഇങ്ങനൊരു റെഡ്. പക്ഷേ ഷൂ വാങ്ങിക്കാനുള്ള കാര്യം, നമ്മൾ ഷൂ ഉദ്ദേശിച്ചിട്ടല്ല സത്യം പറഞ്ഞാൽ അതിനകത്തോട്ട് പോയത്. അപ്പം ഈ വെള്ളം നനയ്ക്കുന്ന കൂട്ട് ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യുന്ന കെട്ടിയെടുപ്പുണ്ടല്ലോ, അപ്പം അത് ഇട്ടപ്പോഴത്തേക്ക് നോർമലി ചെറിയ അളവിൽ 10 സൈസ് വരുന്നതെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ 10 മോക്ക് ഭയങ്കര ലൂസാണ്. നമ്മൾ ഒരുപാട് കമ്പനിയുടെ ഒരുപാട് ടൈപ്പ് ചെരുപ്പ് നമ്മൾ നോക്കിയായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. അപ്പം ലാസ്റ്റ് ഷൂ തന്നെ എത്തിച്ചത്. പുള്ളിക്കാരിക്ക് ഷൂ മാത്രമേ ഉള്ളൂ, അതിൽ നിന്ന് മാറ്റി പിടിക്കാനായിട്ട് നമ്മൾ നോക്കിയതാണ്. പക്ഷേ എന്തോ അളവ് അത്ര ചെറിയ കാലല്ലേ, കുഞ്ഞിക്കാലല്ലേ, അപ്പോൾ അത്ര സൈസൊന്നുമില്ല. അപ്പം ഷൂസാണ് ടൈറ്റ്. ഷൂസിലും ഒരുപാടെണ്ണം സെലക്ട് ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ ആ പയ്യൻ്റെ ക്ഷമ പരീക്ഷിച്ചിട്ട് എടുത്തൊരു സാധനമാണ്. കണ്ടോ, ഇതാണ്. ഒരുപാടെണ്ണം എടുത്തതിൽ കുഞ്ഞിന് ഇട്ടിട്ട് നമ്മൾ ഒരു ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിച്ച് നോക്കി. അപ്പം അതിൽ ഇതാക്കിയതാണ് ഇത് കേട്ടോ. ഓക്കെ, അപ്പം ചെരുപ്പായി. പിന്നെ മോക്ക് ഒരു ഡ്രസ്സ്. അപ്പോൾ ആ ഡ്രസ്സ് എടുത്തത് രാമചന്ദ്രനിൽ നിന്നാണ്. അവിടുത്തെ ഈ തിരക്കും കാര്യങ്ങളും കാരണം എനിക്ക് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. നമ്മളിങ്ങനെ കണ്ണാടിയിൽ വെച്ച് നോക്കിയൊക്കെയാണ് വാങ്ങിക്കുന്നത്. അപ്പം എനിക്കിഷ്ടപ്പെട്ടതാണ്, ഞാൻ സെലക്ട് ചെയ്തതാണ് കേട്ടോ. ഇങ്ങനെ ഇതൊരു ഫ്രോക്കാണ് ആക്ച്വലി. ഇതാണ്ട് 3 കിറ്റീസ് ഉണ്ട് കേട്ടോ. 1, 2, 3 ഗ്രീനുണ്ട്, ഈ പീച്ചിൻ്റെ ഇതേ കളറുണ്ട്, ഇതുണ്ട്. സ്വീറ്റ് സ്റ്റൈൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഹലോ എന്നും പറഞ്ഞൊരിത്. പിന്നെ ഇവിടുത്തെ ഡിസൈൻ കണ്ടല്ലോ, ഇങ്ങനെ ബ്ലാക്കും പീച്ചും കലർന്ന ഒരു ഇതാണ് കണ്ടോ. ഇവിടെ ഇങ്ങനെ ഒരു 2 വള്ളി ഇങ്ങനെ ഉണ്ട്. പിന്നെ ഒരു ബട്ടൺസ് പോലത്തെ ഒരു സാധനം ഇങ്ങനെ ടക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ലൈൻ വരുന്ന നല്ല അതും ഞാൻ വീണ് പോയത് ഒന്നാമത്തത് ഈ ചിത്രം കണ്ടിട്ടാണ് ഞാൻ വീണ് പോയത്. പിന്നെ അതിൻ്റെ നല്ല സോഫ്റ്റാണ്, നല്ല തുണിയാണ്. കുട്ടിക്ക് ഒരു ഇറിറ്റേഷനും തോന്നാത്ത രീതിയിലുള്ള ഒരുപാട്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട്. അപ്പം എനിക്ക് എൻ്റെ ഇതൊക്കെ നോക്കി, ഈ പിക്ചേഴ്സൊക്കെ നോക്കി, ഇതൊക്കെ നോക്കി വന്നപ്പോഴത്തേക്കും എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ട പേഴ്സൺ. അപ്പം ഇത് അന്നത്തേക്ക് ഇടാമെന്ന് പറഞ്ഞ് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് വാങ്ങി. പിന്നെ ഇനി ബാക്കിയുള്ളത് കുടയാണ്. കുട കണ്ടോ, കുടയും പിന്നെ ഞാൻ ചിത്രം നോക്കിയാണ് വാങ്ങുന്നത്. കണ്ടോ, അങ്ങനത്തെ കാണിച്ചു നല്ല ഇതല്ലേ. ഇതെന്തോ ഇതെന്തോ ഒരു ജീവിയുടെ മുഖം പോലെ ഉണ്ട്. പിന്നെ നല്ല ഈ ബസ്സിൻ്റെ നിവർത്തി കണ്ടോ, ഫുള്ള് ബാർബിയാണ്. പല തരത്തിലുള്ള ബാർബീസിൻ്റെ ഫോട്ടോസ് കണ്ടോ. ഇതേ ഇത് മടക്കി നമുക്ക് അതുപോലെ വെക്കാം. ഇതെല്ലാം ഒരു നയത്തിന് പറഞ്ഞിട്ടാണ് ഇവിടെ മാറ്റി വെച്ചേക്കുന്നത് കേട്ടോ. കൊണ്ടുവന്നപ്പോഴത്തേക്ക് കുഞ്ഞിനെയും കൂടെ കാണിച്ചിട്ടാണല്ലോ നമ്മൾ വാങ്ങുന്നത്. അപ്പം അതെവിടെ മമ്മി എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കൂട്ടത്തിൽ അത് ഇങ്ങനെ മാറ്റി വെച്ചേക്കണം, അത് പിന്നെ എടുക്കാം, അത് എടുത്തുകൂടാ, അത് വേറെ കൊടുക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ അവളെ ശ്രദ്ധ മാറ്റിയില്ലെങ്കിൽ ശരിയാകത്തില്ല. ഈ സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ പൊടി പോലും കാണത്തില്ല. എന്തിനാണ്? അപ്പോൾ ഓക്കെ, അത്രയേ ഉള്ളൂ. പോപ്പിയുടെ ആണ് കേട്ടോ, പോപ്പിയുടെ ആണ് കണ്ടാ, ഇതിൽ എഴുതിയിട്ടുണ്ട് പോപ്പിയുടെ. ഓക്കെ, അപ്പോൾ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാനും കൊണ്ടുപോകാനുള്ള സാധനത്തിൻ്റെ പർച്ചേസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇനി വന്നിട്ടുള്ളത് ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കാണ് മോക്ക് കിട്ടിയെന്ന് പറഞ്ഞുതരാം. ഓക്കെ,
ടോട്ടൽ 4 ടെക്സ്റ്റ് ബുക്കാണ് ഉള്ളത്. ഓരോന്നായിട്ട് കാണിച്ചത്. ഒന്ന് ആദ്യത്തെ കാണിച്ചു തരാം. ഒന്നിതാ ബ്ലൂബെറി എന്ന് പറഞ്ഞിട്ട് LKG ടേം 1 എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ടെക്സ്റ്റ് ബുക്ക്. ഇത് ആക്ച്വലി വന്നിട്ട് ഇംഗ്ലീഷാണ് കേട്ടോ. ഇംഗ്ലീഷ് ഓരോ ആൽഫബറ്റ് വെച്ചിട്ട് പിന്നെ അത് വെച്ചിട്ടുള്ളൊരു വേർഡ്സ് പിന്നെ എഴുതാനും പിന്നെ അതനുസരിച്ച് കുറേയൊക്കെ പിക്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പം ഒരു A വെച്ചിട്ടുള്ള ആൽഫബറ്റ് ആണെങ്കിൽ ആ ആൽഫബറ്റ് വരുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ തന്നെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് സ്മോൾ ലെറ്റേഴ്സ് എഴുതുമല്ലോ, അതുണ്ട്. പിന്നെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഒരു ബുക്കാണ് കേട്ടോ. ഇത് നമ്മൾ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ ആക്ടിവിറ്റീസും ഇതുമുള്ളൊരു ബുക്കാണ് കേട്ടോ. ലാസ്റ്റ് ഇതാണ്ട് കളർ ചെയ്യാനായിട്ടുള്ള ഒരു ആപ്പിളിൻ്റെ പിക്ചറോട് കൂടിയായിട്ടാണ് അവസാനിക്കുന്നത്. ഓക്കെ, ഇത് ഇംഗ്ലീഷാണ്. ഇനി വന്നിട്ട് എല്ലാത്തിൻ്റെയും പേര് ബ്ലൂബെറി എന്ന് തന്നെ കേട്ടോ. ബ്ലൂബെറി ടേം 1, ടേം 2, ടേം 3 എന്നുള്ള ഒരിത് മാത്രമേ ഉള്ളൂ. ഇത് ടേം 1 ഇംഗ്ലീഷാണ്, അത് കാണിച്ചു. ഇനി അടുത്ത ടേം 2. ടേം 2 വന്നിട്ട് ടേം 2 ഇംഗ്ലീഷാണ്. എനിക്കൊന്ന് ജസ്റ്റ് സെക്കൻഡേ. കേക്ക് മുന്നേ വരെയുള്ള ഇതിലാണ് ഫസ്റ്റ് ടേമിൻ്റെ ടെക്സ്റ്റിലുള്ളത്. അപ്പം ഇത് തൊട്ട് തുടങ്ങുന്നത് K ആണ് കേട്ടോ. K ഇതും വേറൊന്നുമില്ല, K വരച്ചിട്ട് എഴുതുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. പിന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് സ്മോൾ ലെറ്റേഴ്സും പിന്നെ ആക്ടിവിറ്റീസ്. അതിൻ്റെ ഇടയ്ക്ക് സോങ്ങും പോയംസും ഒക്കെ ഉണ്ട് കേട്ടോ. ലാസ്റ്റ് ഇതേ പിക്ചർ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ബ്ലൂബെറി ടേം 3 എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക്. ഇതും തുടക്കം ഇംഗ്ലീഷാണ്. ഇത് മിക്സാണ് കേട്ടോ. അതിപ്പോഴാണ് ശ്രദ്ധിച്ചത്. മിക്സാണ്. യു തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. പോയംസ് ഉണ്ട്, സ്റ്റോറീസ് ഉണ്ട്. കണ്ടോ അതിൻ്റെ ഇടയ്ക്ക് മലയാളം ഉണ്ട് കേട്ടോ. മിക്സഡ് ആണ്. കണ്ടോ മലയാളത്തിലെ അക്ഷരങ്ങളുണ്ട്. പിന്നെ EVSൻ്റെ കുറച്ച് പാർട്സ് ഉണ്ട്. ലാസ്റ്റ് ഇതാ ഒരു പിക്ചർ. ആ പിക്ചർ ഇതാ ഇതുണ്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഏതൊക്കെ കളറാണ് ഇവിടെ കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതിൽ കളർ നമ്മൾ സ്കെച്ച് പെന്നൊന്നും കൊടുത്തേക്കരുതെന്നാണ്. സ്കെച്ച് പെന്ന് പിന്നെ വാട്ടർ കളറ്, പെൻസിൽ കളർ ഇതൊന്നും കൊടുത്തേക്കരുതെന്നാണ് ടീച്ചർ പറഞ്ഞത്. ഓൺലി ക്രയോൺസ്. അപ്പോൾ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ക്രയോൺസിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് വന്നിട്ട് ഇതാ ഈ ഒരു കളർ ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. കളറിങ് ആയിട്ടുള്ള കാര്യം, വേറൊന്നുമില്ല. അതുകൊണ്ട് ഷേപ്സ് ഒക്കെ വെച്ചിട്ടുള്ളതാണ്. സ്റ്റാർ, സെക്കൻഡ്, ട്രയാങ്കിൾ, സർക്കിൾ, ഓവൽ, സ്ക്വയർ ഇതൊക്കെ കണ്ടോ. ഇതിങ്ങനെ ചിത്രത്തിൻ്റെ അവിടെ തന്നെ ഏത് കളറാണ് കൊടുക്കേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആ ഷേപ്പ് വെച്ചിട്ട് ഇത് ഫുള്ളും ആക്ടിവിറ്റീസാണ് കണ്ടോ. പിന്നെ ഓരോ ചിത്രം ആ ചിത്രത്തിൻ്റെ ഡെമോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെറിയ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന അതേ കളർ വലിയ ചിത്രത്തിൽ കൊടുക്കണം. പിന്നെയുള്ളത് അത് തന്നെയാണ് ഭൂരിഭാഗം ആക്ടിവിറ്റീസ് ആയിട്ടുള്ളത്. പിന്നെ ഉള്ള ഡോട്ട് കിട്ടും. നമ്മൾ പണ്ട് ഈ കളിക്കുടുക്കയിലും മാലരവയിലൊക്കെ ചെയ്യുന്ന നമുക്ക് വേണ്ട 1, 1, 2, 3 അതിങ്ങനെ ക്രമത്തിന് യോജിപ്പിച്ച ഒരു ഷേപ്പ് കിട്ടും. ഇപ്പോൾ ഫിഷിനകത്തെ ഷേപ്പിലാണുള്ളത്. ഉണ്ട് ഇത്രയുള്ളൂ. ഇത്രയാണ് നമ്മുടെ നേഹൂസിൻ്റെ സ്കൂൾ വിശേഷങ്ങൾ. ഇനി പുള്ളിക്കാരി സ്കൂൾ വിട്ടാൽ മതി, പുള്ളിക്കാരി ഇനി പോയാൽ മതി, വേറെ ഒന്നുമില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് ദൈവത്തിൻ്റെ സഹായം കൊണ്ട് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് ഞാൻ പോയപ്പോഴത്തേക്ക് ക്ലാസ് ടീച്ചറെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പാവമാണ്, വിനീത എന്നാണ് ടീച്ചറുടെ പേര്. പാവം ടീച്ചറാണ്. മോൾക്ക് ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് മോള് തിരിച്ച് ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് ചിരിച്ച് ഇതൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണെന്ന് പോകുന്നത് കേട്ടോ.
അപ്പോൾ ഇത് കുന്നുവാര UPSലാണ് മോള് ചേർക്കുന്നത്. അപ്പം അവിടെ ഉള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. കാരണം എൻ്റെ മിന്നൂസിൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് എനിക്കും അറിയണമല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, ബൈ. പിന്നെ എല്ലാ മക്കളും ആദ്യമായിട്ട് സ്കൂളിൽ ചേർക്കുന്ന മക്കൾസിൻ്റെ പാരൻസ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ ബൈ.